ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോകമെമ്പാടുമുള്ള ബിഗ് ബോസിന്റെ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് സീസൺ 8 എന്ന് വരുമെന്ന്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, പല വീഡിയോയ്ക്കിടയിലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട മറ്റു പല വീഡിയോകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നുണ്ട്. പലരുടെ സംശയമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നാണ് തുടങ്ങാൻ പോകുന്നതെന്ന്. നമ്മുടെ ലോഗോ ലോഞ്ച് കഴിഞ്ഞു. അതിനുശേഷം ബിഗ് ബോസിന്റെ കോമണേഴ്സിന് എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള പല പ്രൊമോയും അതുപോലെ പല ആടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ സീസൺ 8മായി ബന്ധപ്പെട്ട് വേറൊന്നും തന്നെ എത്തുന്നില്ല. സീസൺ 8 എന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് ഒരിടത്ത് നിന്നും ന്യൂസുകളൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സീസണിന്റെ തീം എന്തായിരിക്കും, നമ്മുടെ ലാലേട്ടന്റെ ഗെറ്റപ്പ് എങ്ങനെയായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പുകളും ഇതുവരെ എത്തിയിട്ടില്ല. എന്താണെങ്കിലും നമുക്കറിയാം, മെയ് 21 ആ ഒരു സമയത്താണ് നമുക്ക് ഫസ്റ്റ് ലോഗോ ലോഞ്ചുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും കാര്യങ്ങളും ഫസ്റ്റ് പ്രൊമോയും ഒക്കെ എത്തിയത്. അപ്പം കഴിഞ്ഞ ഒരു സീസൺ വെച്ച് നോക്കുമ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് തുടങ്ങിയത്. നമുക്കിപ്പോൾ സമയമുണ്ട്, ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത് എങ്കിൽ പോലും ഇനി ഒരു മാസം സമയമുണ്ട്. ഇനി വരുന്ന വീക്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സർവ്വ സാധ്യതകളും ഉണ്ട്. അപ്പം അതിന്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നറിയാം. നമുക്ക് ഇതുവരെയും അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഒരു സീസൺ തുടങ്ങാൻ പോകുന്നതെന്ന്. അപ്പം മുൻപ് കിട്ടിയിരുന്ന റിപ്പോർട്ടുകൾ വെച്ച് ഓഗസ്റ്റ് ഒരു സെക്കൻഡ് വീക്കോട് കൂടി തുടങ്ങുമെന്ന് തന്നെയാണ് അറിഞ്ഞിരുന്നത്. അപ്പം ഓഗസ്റ്റ് 9 അല്ലെങ്കിൽ 16 ഇതൊക്കെ ഒരു ഞായറാഴ്ചയായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെ കോമണേഴ്സിന് വേണ്ടിയിട്ടൊരു ഫാസ്റ്റ് ട്രാക്ക് എൻട്രി മൈജയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊരു സ്പോൺസറുടെ സൈഡിലെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി കൂടി ഇടയ്ക്ക് കയറിക്കൊണ്ടുവരുന്നു. അപ്പം ഈ അഗ്നി പരീക്ഷയിലേക്ക് പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടി നടത്തുന്ന പ്രോഗ്രാം എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത്? അപ്പം മുമ്പ് കിട്ടിയിരുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ജൂലൈ ഒരു മിഡോട് കൂടി അവർക്കുള്ള ഈ അഗ്നി പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ഒക്കെ നടക്കാനുള്ള സാധ്യത എന്ന് അറിഞ്ഞത്. അപ്പം ജൂലൈ തുടക്കമോ അല്ലെന്നുണ്ടെങ്കിൽ മിഡിലോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഓഗസ്റ്റ് മിഡിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി നമ്മുടെ മെയിൻ സീസൺ തുടങ്ങാൻ പ്രോപ്പർ ആയിട്ട് അവർക്കൊരു സമയം കിട്ടും. അപ്പം ഇതിനിടയിൽ വേണം ഇവർ എല്ലാ കണ്ടസ്റ്റൻസിനെയും അല്ലെങ്കിൽ കോമണേഴ്സ് ആയിട്ട് എത്തുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഇവർ തെരഞ്ഞെടുക്കാനും. അപ്പം ഇവർക്കും ചെറിയൊരു സമയമേ ഇതിനുള്ളിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ മെയിൻ സീസണിലേക്കുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളും പ്രോഗ്രാംസും അവരുടെ ബാക്കി കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം ഇവർ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. എനിവേസ് നമുക്ക് നോക്കാം, ഈ ഒരു സീസൺ കുറച്ചും കൂടി നീണ്ടു പോകുമോ എന്ന് പോലും സംശയമുണ്ട് ഇങ്ങനെ ഒരു പോക്ക് കാണുമ്പോൾ. കാരണം പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടുന്നില്ല. കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്കൊന്ന് ലോഗോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അടുത്തൊരു ടീമും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ അപ്ഡേറ്റുകളായിട്ട് എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സീസണിലേക്ക് എന്താണ് തുടങ്ങാൻ പോകുന്നത് എന്നതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റുകളും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ തമിഴ് ബിഗ് ബോസ് ഓഗസ്റ്റിൽ തുടങ്ങുമല്ലോ. അപ്പൊ ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരു സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. മറ്റു ഭാഷകളിലെ ബിഗ് ബോസിന്റെ സമയവും കാര്യങ്ങളും ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി വീക്കെൻഡ് ഇനിയിപ്പോൾ മുന്നോട്ട് നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴിൽ തന്നെ നമ്മുടെ EVP-യിൽ തന്നെയാണ് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡുകളും ഷൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾക്ക് മുന്നോട്ട് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീക്കെൻഡ് ലൈവ് എപ്പിസോഡുകളൊക്കെ കൂടുതൽ നഷ്ടമാകാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം, അവസാന സമയമായപ്പോഴത്തേനും തമിഴ് ബിഗ് ബോസും കൂടെ വന്നു. അവരുടെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യേണ്ടി വന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീക്കെൻഡ് ഒരു ദിവസത്തെ ലൈവ് എപ്പിസോഡ് നഷ്ടമായിരുന്നു. സോ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളം ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് തന്നെയാണ് കൂടുതൽ നഷ്ടം വരുന്നത്. നമുക്ക് നോക്കാം, ഇവര് മാക്സിമം നേരത്തെ തുടങ്ങുമായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു വീക്കെൻഡ് ഷൂട്ട് ചെയ്യാനുള്ള സെറ്റും കൂടെ റെഡിയാക്കിയിട്ടാണോ ഇവര് ഡിലേ ആക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി എല്ലാ ബിഗ് ബോസുകളും തമിഴും അതുപോലെ തന്നെ മലയാളമാണെന്നുണ്ടെങ്കിലും ഒരേ സമയത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇവർ ഡിലേ ചെയ്യുന്നതെന്നും അറിയത്തില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ച് ഓഗസ്റ്റ് 2ാമത്തെ ആഴ്ചയിൽ തന്നെ തുടങ്ങുമെന്നാണ് അറിയുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അതുപോലെ തന്നെ ഈ അഗ്നി പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പോസ്റ്റ്പോണ്ട് ചെയ്ത് ഒരു ജൂലൈ അവസാനത്തോടു കൂടിയൊക്കെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയൊക്കെ ഈ ഒരു പ്രോഗ്രാം തീരത്തുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ മെയിൻ സീസൺ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആയിരിക്കും നമ്മുടെ മെയിൻ സീസൺ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ സെപ്റ്റംബറിലേക്ക് കയറി വരാനും സാധ്യതകളുണ്ട്. എനിവേസ് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു മാസം വരുന്ന ആഴ്ചകളിൽ തന്നെ നമുക്കറിയാം അതിൻ്റെമായി ബന്ധപ്പെട്ട തീമും ലാലേട്ടന്റെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പ്രൊമോയും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം വരുന്ന മാസം തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഗ്രാൻഡ് ലോഞ്ച് ഉണ്ടായിരിക്കുമെന്ന്. അതുപോലെ ഈ ഒരു മാസം ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് വരുന്ന കോമണേഴ്സിനുള്ള അഗ്നി പരീക്ഷയും നടക്കും എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളെ പോലെ തന്നെ നമ്മളും വെയിറ്റിംഗ് തന്നെയാണ് മികച്ചൊരു സീസൺ തുടങ്ങാൻ വേണ്ടി.
വേണ്ടി ഒത്തിരി നാളുകളായി, അല്ലെങ്കിൽ പല സീസണുകൾ കഴിഞ്ഞിട്ടും മികച്ചൊരു സീസൺ ഇതുവരെയും എത്തിയിട്ടില്ല. സീസൺ 1 ശേഷം മികച്ചൊരു സീസൺ എന്ന് പറയാൻ നമുക്ക് ഒന്നും തന്നെ ഇല്ല. എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അട്ടർ ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്ന സീസണുകളാണ് കഴിഞ്ഞതെല്ലാം. സോ ഈ ഒരു സീസണെങ്കിലും മികച്ച കുറച്ച് കണ്ടസ്റ്റൻസും മികച്ച കുറച്ച് ഗെയിമുകളും ടാസ്കുകളും ഒക്കെ ആയിട്ട് വന്ന് മികച്ച രീതിയിൽ ഈ ഒരു സീസണെങ്കിലും നടത്താൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ തീമുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയ ക്ലൂവും കാര്യങ്ങളും ഒക്കെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഗോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാവരും ആ ലോഗോ ശ്രദ്ധിച്ചു. ആ ലോഗോയുടെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ലോഗോയ്ക്ക് പിന്നിൽ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതിൽ ഡെമോക്രാറ്റിക് എന്നൊക്കെ പല ലാംഗ്വേജുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹിന്ദി ബിഗ് ബോസ് സീസൺ 19 അതായത് ലാസ്റ്റ് സീസണിന്റെ ആ ഒരു തീം എടുത്തിട്ടൊരു ഡെമോക്രാറ്റിക് അല്ലെന്നുണ്ടെങ്കിൽ കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ എത്തിയിട്ട് ഇവരൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഒരു ഡെമോക്രാറ്റിക് പാർലമെന്ററി സ്റ്റൈലിൽ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ടുള്ള ഒരു തീമോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമോ, മലയാളത്തിൽ എല്ലാം കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് അത്രയ്ക്കും ടൈറ്റ് ആയിട്ട് പിടിക്കാതെ കുറച്ചും കൂടി എല്ലാവരെയും ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഒരു മിക്സഡ് തീമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമുക്ക് നോക്കാം. എന്താണെങ്കിലും പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുക. അപ്പോൾ തുടങ്ങുന്ന ഡേറ്റ് ഇതുവരെയും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. ഓഗസ്റ്റ് മിഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അഗ്നിപരീക്ഷ ഈ മാസം തന്നെ ഒരു മിഡോട് കൂടി തുടങ്ങുമെന്നും കരുതുന്നു. ജൂലൈ തന്നെ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഈ ഒരു മിഡിന്റെ സമയത്ത് അവസാനിപ്പിച്ച് നെക്സ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ മെയിൻ സീസണും തുടങ്ങുമെന്ന് തന്നെ കരുതുന്നു. അതിനിടയിൽ പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിനിടയിൽ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 2-3 പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഞാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പം ഇനിയും സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇനിയും പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം തുടങ്ങുന്ന സമയം 1 ആഴ്ച 2 ആഴ്ച മുന്നേയൊക്കെ നമുക്ക് കുറച്ചും കൂടെ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നവരെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളും ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു സീസണിലേക്ക് വരാൻ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതുപോലെ തന്നെ ആരൊക്കെ വരുമായിരിക്കുമെന്ന് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻസ് കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.